ഡിയർ സ്റ്റുഡൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ 2027 സിലബസിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. സോ ഗേറ്റ് 2027 ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ ചേഞ്ച് വന്ന ടോപ്പിക്സ് നമുക്ക് നോക്കാം. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കുറേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ എടുത്ത് കളഞ്ഞിട്ട് കുറേ പുതിയ മോഡേൺ ആയിട്ടുള്ള ടെക് ഇൻ്റഗ്രേഷൻ ടോപ്പിക്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റിലും അത് എവിഡൻ്റ് ആണ്, ആ ഒരു ചേഞ്ച് എവിഡൻ്റ് ആണ് എന്നുള്ളതാണ് ഈ സിലബസിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ലെറ്റ്സ് ഡയറക്ട്ലി ഗോ ടു ദ ഫസ്റ്റ് സബ്ജക്റ്റ്, ദാറ്റ് ഇസ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഒബ്വിയസ്ലി അതായിരിക്കും നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ്. സോ ഇവിടെ വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ടെൻസേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. പിന്നെ ബൈസ് തിയറം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അത് ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും സ്പെസിഫിക്കലി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ 3 ടോപ്പിക്സും മാത്തമാറ്റിക്സിൽ അഡീഷണൽ ആയിട്ട് വന്നതാണ്. സോ പ്ലീസ് റിമെമ്പർ ടു സ്റ്റഡി ദാറ്റ്. ഇപ്പം ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം വന്നാൽ നമുക്ക് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സ്വെൽസ് ഇക്വേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ റിമെമ്പർ ടു സ്റ്റഡി ദാറ്റ് വെരി ക്ലിയർലി. അപ്പം തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സ്വെൽസ് ഇക്വേഷൻ അറിയണമെങ്കിൽ ഒബ്വിയസ്ലി വെക്റ്റർ കാൽക്കുലസിലും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ ഫണ്ടമെൻ്റൽസും എല്ലാം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ മാക്സ്വെൽസ് ഇക്വേഷൻ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റൂ. സോ മാത്തമാറ്റിക്സിലും ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിലും വന്ന ചേഞ്ച് മനസ്സിലായെന്ന് വിചാരിക്കും. സർക്യൂട്ട്സ് ആൻഡ് മെഷീൻസിൽ വന്ന ചേഞ്ച് നോക്കാം. ഇപ്പോൾ സർക്യൂട്ട്സിലാണെങ്കിൽ ബാറ്ററീസിനെ കുറിച്ചും സോളാർ സെല്ലിനെ കുറിച്ചും കപ്പിൾഡ് ഇൻഡക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ സ്പെസിഫിക് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെഷീൻസിൻ്റെ കേസ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ PMSM പെർമനൻറ്റ് മാഗ്നറ്റ് സിൻക്രണസ് മെഷീൻസ് എന്ന് പറയുന്ന ആ ഒരു മെഷീനെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൺവേർട്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിലാണ്, സബ് ടോപ്പിക്കിലാണ് അത് വരുന്നത്. കൺവേർട്ടേഴ്സിൽ നമുക്ക് ചോപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. ചോപ്പേഴ്സിനെ നമ്മൾ DC ടു DC കൺവേർട്ടേഴ്സ് എന്ന് പറയാറുണ്ട്. സോ ചോപ്പേഴ്സ് വരുന്നുണ്ട്, അതുപോലെ ഇൻവേർട്ടേഴ്സും വരുന്നുണ്ട്. സോ അതാണ് മേജറായിട്ട് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ PWM ടെക്നിക്കിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് പൾസ് വിഡ്ത്ത് മോഡുലേഷനെ കുറിച്ചും ഇവിടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പോർഷൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അവർ സ്പെസിഫിക്കലി ഈ റേറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ പവറിനെ കുറിച്ചും എനർജീനെ കുറിച്ചും ലോസസിനെ കുറിച്ചും അതുപോലെ എഫിഷ്യൻസിയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ദാറ്റ് ഈസ് പവറിനെ കുറിച്ചും റേറ്റിങ്ങിനെ കുറിച്ചും ഇതെല്ലാം നിങ്ങൾ ഈ ടോപ്പിക്സ് എല്ലാം പഠിക്കുമ്പം ഇതും കൂടെ മനസ്സിൽ വെച്ച് വേണം പഠിക്കാൻ. റേറ്റിങ്ങിനെ കുറിച്ചും പവറിനെ കുറിച്ചും ലോസസിനെ കുറിച്ചും എഫിഷ്യൻസിയെ കുറിച്ചും ഇതെല്ലാം മനസ്സിൽ വെച്ച് വേണം ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി. ഇവിടെ മേജറായിട്ട് വന്നേക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 3 phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് റിമൂവ് ചെയ്യപ്പെട്ടു. ഇറ്റ് ഈസ് നോ ലോങ്ങർ ദെയർ ഇൻ 2027 സിലബസ്. സോ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പഠിക്കാതിരിക്കാവുന്നതാണ്. അത് ഉറപ്പായിട്ടും വരത്തില്ല എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വന്നാൽ കൺട്രോൾ സിസ്റ്റത്തിൽ സെൻസിങ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന പേര് സ്പെസിഫിക്കലി അവിടെ പറയുന്നുണ്ട്. സെൻസിങ്, ഫീഡ്ബാക്ക്, അതുപോലെ ബേസിക്സ് ഓഫ് സൂപ്പർവൈസറി കൺട്രോൾ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഇൻഫാക്റ്റ് ഒരു മോഡേൺ ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ അത് അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ നോയ്സ് അനാലിസിസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് നോയ്സ് അനാലിസിസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതുപോലെ PCB റിയലൈസേഷൻ, ECL ഫൈനൈറ്റ് സ്റ്റേറ്റ്സ് മെഷീൻ അല്ലെങ്കിൽ FSM, ഇതും നമുക്ക് അഡീഷണൽ ആയിട്ട് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇതൊക്കെയാണ് കൺട്രോൾ സിസ്റ്റത്തിലും അതുപോലെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലും വന്നിരിക്കുന്ന ചേഞ്ച്. മെഷർമെൻറ്റ്സ് ആൻഡ് സെൻസേഴ്സിൻ്റെ സിലബസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ ഈ പറഞ്ഞ മോഡേൺ ടെക്നിക്സിൻ്റെ ഇൻ്റഗ്രേഷൻ വളരെയധികം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ വെർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇൻക്ലൂഡഡ് ആണ്, IoT എന്ന് പറയുന്ന ടോപ്പിക്ക് ഇൻക്ലൂഡഡ് ആണ്, AI ആപ്ലിക്കേഷൻസ് ഇൻ സെൻസിങ് വന്നിട്ടുണ്ട്, അതുപോലെ സ്പെക്ട്രം അനലൈസസ് ആൻഡ് NIR, ദാറ്റ് ഈസ് നിയർ ഇൻഫ്രാറെഡ് സെൻസിങ്. ഇതെല്ലാം നമുക്ക് വളരെ റിലവൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ മോഡേൺ സിനാരിയോയിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഇതെല്ലാം നമുക്ക് 2027 സിലബസിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഫൈനലി ഓവറോൾ ആയിട്ട് നോക്കിയാൽ ഇത്രയും ചേഞ്ചസ് ആണ് വന്നേക്കുന്നത്. കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്.
ആൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ വേരിയസ് ചേഞ്ചസ് ദാറ്റ് ഹാസ് ഹാപ്പൻ. സോ ഗേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് us, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.